വിവാഹം നിരസിച്ചതിന് HIV പോസിറ്റീവ് രക്തം ബലമായി കുത്തിവെച്ചു. 24-കാരി ജീവനൊടുക്കി. ഹൈദരാബാദിലാണ് മനുഷ്യ മനസ്സിനെ വിറങ്ങലിപ്പിച്ച ആ സംഭവം നടന്നത്. മാർച്ച് 11-ാം തീയതിയാണ് ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ പ്രതി മനോഹർ എന്നയാൾ HIV ബാധയേറ്റ സ്വന്തം രക്തം ബലമായി ആ യുവതിയിൽ കുത്തിവെച്ചത്. വീട്ടുകാർ ഇവരുടെ വിവാഹം നിരസിച്ചതിനാണ് പ്രതി ഈ ക്രൂരത ചെയ്തത് എന്നോർക്കണം. ഈ പെൺകുട്ടിയും ആ പ്രതിയും ബന്ധുക്കളായിരുന്നു. മാത്രമല്ല, രണ്ടുപേർക്കിടയിൽ പ്രണയവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ വിവാഹം നടത്താൻ രണ്ടുപേരുടെയും മാതാപിതാക്കൾ സമ്മതം നൽകിയതാണ് ആദ്യം. പക്ഷേ പിന്നീടാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. ആ പ്രതിയായിട്ടുള്ള മനോഹറിന്റെ മാതാപിതാക്കൾക്ക് HIV ഉണ്ടെന്ന്, അവർ HIV ബാധിതരാണെന്ന് വ്യക്തമായി. ഇക്കാര്യം ബോധ്യപ്പെട്ടതോടുകൂടി ഈ വരനാകേണ്ട പയ്യന്റെ രക്തം പരിശോധിക്കണമെന്നുള്ളതായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ആവശ്യം. അവർ അതിനായി നിർബന്ധം പിടിക്കുകയും ചെയ്തു. അങ്ങനെ അയാളുടെ രക്തവും പരിശോധനയ്ക്ക് അയച്ചു. ഫലം വന്നപ്പോൾ അയാളും HIV പോസിറ്റീവ്. ഈ സംഭവം അറിഞ്ഞതോടുകൂടിയാണ് ആ യുവതി വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത്. അങ്ങനെ വിവാഹത്തിലേക്ക് എത്തുമെന്ന് കരുതിയ ബന്ധം അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്നുള്ള തോന്നലിലാണ് ആ പ്രതി അയാളുടെ രക്തം ബലമായി അവളുടെ ശരീരത്തിൽ കുത്തിവെച്ചത്. പെൺകുട്ടിക്കും HIV ബാധയുണ്ടായാൽ തന്നെ വിവാഹം കഴിക്കാൻ അവൾ നിർബന്ധിതയാകും എന്നുള്ള ഒരു ആലോചനയിലാണ് പ്രതി ആ കടുംകൈ ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. ഒരു സിറിഞ്ച് സംഘടിപ്പിച്ച പ്രതി സ്വന്തം രക്തം അതിൽ നിറച്ചു. എന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ആ പ്രതി മനോഹർ എത്തുമ്പോൾ അന്ന് അവൾ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ അവളുടെ ദേഹത്തേക്ക് ആ രക്തം അയാൾ കുത്തിവെച്ചു. അതിനുശേഷം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. ഈ സംഭവത്തിൽ പോലീസ് ഇയാളെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടി. പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയ പരാതി. ആ കേസിൽ അതേ തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഈ പെൺകുട്ടി എന്നാണ് പോലീസ് പറയുന്നത്, ഒപ്പം ബന്ധുക്കളും. ഈ സംഭവത്തിന് ശേഷം വിഷാദരോഗം ബാധിച്ചിരുന്നു ആ സ്ത്രീയെ. അങ്ങനെയാണ് അവൾ വീട്ടിൽ പെരുമാറിയിരുന്നതെന്ന് കുടുംബാംഗങ്ങൾ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങളായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്നുള്ളതാണ് സൂചന. സമൂഹം തന്നെ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് പലവട്ടം അവൾ വീട്ടുകാരോട് സങ്കടം പറഞ്ഞു. അവളുടെ ആത്മഹത്യാക്കുറിപ്പിലും ഇക്കാര്യങ്ങൾ വിശദമായി എഴുതിയിട്ടുണ്ട്. ആ പ്രതി മനോഹർ അയാളുടെ രക്തം HIV ബാധിച്ച രക്തം കുത്തിവെച്ച ശേഷം ആ പെൺകുട്ടിക്ക് അനുഭവപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളിലും അവൾക്ക് ചെറിയ ആശങ്കകളുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതാകാം ആ മരണത്തിലേക്ക് അവളെ നയിച്ചതെന്ന് പോലീസ് കരുതുന്നു. പെൺകുട്ടിയുടെ മുത്തശ്ശിയുടെ വീട്ടിൽ വെച്ചാണ് അവൾ ജീവനെടുക്കുന്നത്. തൂങ്ങി മരിക്കുകയായിരുന്നു. ഇന്നലെ പെൺകുട്ടിയെ ആ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. കൊലപാതക ശ്രമം ഉൾപ്പെടെ ചുമത്തി ആദ്യ കേസിൽ ഇപ്പോഴും കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ആ പ്രതി. ഇപ്പോൾ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പെൺകുട്ടി ജീവനൊടുക്കിയ സാഹചര്യത്തിൽ ആ പെൺകുട്ടിക്ക് ഇത്രമാത്രം ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചതിൽ താങ്ങാൻ കഴിയാത്ത വിഷമത്തിലാണ് കുടുംബം. ആ കുടുംബത്തിന്റെ ആവശ്യം അതൊന്നു മാത്രമാണ്. ഈ ഗതിയിലേക്ക് ആ കുടുംബത്തെ എത്തിച്ച ആ പ്രതിയെ, അവരുടെ തന്നെ ബന്ധുവിന് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള ഒരേ ഒരു ആവശ്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.